ഹലോ ഗായ്സ്, എക്സ്റ്റുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഗിറ്റാറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, ഗിറ്റാർ ബേസിക്സ്. സോ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഗിറ്റാർ കേസാണ്, അതിനകത്തൊരു ഗിറ്റാറുണ്ട്. അപ്പോൾ നമുക്കത് തുറന്ന് കാണാം. സോ ഈ ഗിറ്റാറിൻ്റെ കേസ് ഒരു ഹാർഡ് കേസാണ്. സോ ഈ ഒരു ഹാർഡ് കേസ്, സോഫ്റ്റ് കേസ് ഉണ്ട്, ഹാർഡ് കേസ് ഉണ്ട്. സോ സാധാരണ നമുക്ക് ഗിറ്റാറിൻ്റെ ബാഗ്സാണ് ഉള്ളത്, നമുക്ക് തോളയിലിട്ടുകൊണ്ട് പോകാൻ പറ്റും. ഇതൊരു ഹാർഡ് കേസാണ്. അപ്പോൾ ഈ ഒരു ഹാർഡ് കേസ് എനിക്ക് തോന്നുന്നു വൺസ് അപ്പോൺ എ ടൈം ഇൻ മെക്സിക്കോ എന്ന പടത്തിൽ, ആൻ്റോണിയോ ബെൻഡാറസിൻ്റെ പടത്തിൽ ഈ കേസ് കാണിക്കുന്നുണ്ട്. സോ ഇത് കുറച്ച് പ്രൈസി ആയിട്ടുള്ള വില കൂടിയ ഒരു ഹാർഡ് കേസാണ്. സോ ഇതിൽ നമുക്ക് നമ്മുടെ ഗിറ്റാർ സേഫായിട്ട് വയ്ക്കാം. സോ ഞാൻ ഈ കേസ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു ഗിറ്റാർ. നമ്മളിപ്പോൾ ഒരു ഫുൾ സൈസ് ഗിറ്റാറാണ്. ഇപ്പോൾ ഈ ഗിറ്റാർ ഈ കേസിനകത്ത് നമ്മൾ ജസ്റ്റ് കേസ് ഓപ്പൺ ചെയ്തു. സോ ഞാൻ ഈ കേസിൽ നിന്ന് ഈ ഗിറ്റാർ ഞാൻ പുറത്തെടുക്കുക. സോ ഇതാണ് ഇപ്പോൾ ഒരു അക്കോസ്റ്റിക് ഗിറ്റാർ. ഇതൊരു ചൈനീസ് ഗിറ്റാറാണ്. ഇത് ഹവാന എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഒരു ലോക്കൽ ബ്രാൻഡ്, ചൈനീസ് ലോക്കൽ ബ്രാൻഡ് ഗിറ്റാറാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ യമഹ ഒരു ക്ലാസിക് ഗിറ്റാർ അല്ലെങ്കിൽ യമഹയുടെ ഒരു കട്ടപ്പേ ഗിറ്റാർ പോലെ ഉണ്ട്, പക്ഷേ ഇത് ചൈനീസ് ഗിറ്റാറാണ്. സോ മെജോറിറ്റി ഒട്ടുമിക്ക ഇൻസ്ട്രുമെൻസും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനയിൽ പലതിൻ്റെയും മേക്സ് ഉണ്ട്. സോ ഈ ഒരു ഗിറ്റാറിന് 6 സ്ട്രിങ്സാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു ഫുൾ സൈസ് ഗിറ്റാറാണ്. അപ്പോൾ ഇത് സാധാ ഗിറ്റാറാണ്, മീൻസ് ഇത് നമുക്ക് ഇതിനകത്ത് വുഡിൽ കണക്ട് ചെയ്യുന്ന പിക്കപ്പ് ഹോൾസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പിക്കപ്പ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു അക്കോസ്റ്റിക് ഗിറ്റാർ. അപ്പോൾ ഞാനത് ഒരു അക്കോസ്റ്റിക് ഗിറ്റാറാണ്. സോ ഇതെല്ലാം ഈ വരുന്ന ഗിറ്റാർസ് എല്ലാം ആക്ച്വലി മെഷീൻ മേക്കാണ്. ചൈനയിൽ നമുക്ക് മെഷീനിലാണ് ഇത് മേക്ക് ചെയ്യുന്നത്. സോ ഇത് തന്നെ സെയിം തന്നെ കൊൽക്കട്ട ഗിറ്റാറുണ്ട്, കൊൽക്കട്ടയിൽ ചെയ്യുന്ന ഗിറ്റാർസ് ഉണ്ട്. ഇത് ഒരു ചൈനീസ് ഗിറ്റാറാണ്. സോ പൊതുവേ ചൈനീസ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം പ്രൈസ് ഭയങ്കര ചീപ്പായിരിക്കും, പക്ഷേ ഡിപ്പെൻഡിങ് ഓൺ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഇപ്പോൾ നല്ല ഗിറ്റാർ എന്ന് പറഞ്ഞാൽ യമഹയുടെയൊക്കെ സ്റ്റാൻഡേർഡ് ഗിറ്റാർസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഗിറ്റാർസ് മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പാർട്സും അതിൻ്റെ എന്തെങ്കിലും കോമ്പോണൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മോഡൽ നെയിം വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് വരെ കിട്ടും. സോ ഓക്കെ, ഈ ഗിറ്റാറിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും പല പാർട്സാണ് ഉള്ളത്. അപ്പം ഇതാണ് ഈ മെയിൻ പോർഷനാണ് നമ്മൾ ഗിറ്റാറിൻ്റെ ഫ്രെഡ് ബോർഡ് എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ഓരോ ഫ്രെട്ടുകളുള്ള ബോർഡാണ് ഫ്രെഡ് ബോർഡ്. ഇവിടെയാണ് നമ്മൾ ഫിംഗർ വെക്കുന്നത്. വയലിൻ്റെ കേസിലാണെങ്കിൽ ഇത് ഫിംഗർ ബോർഡായിരിക്കാം, അത് ചെറുതാണ്. പക്ഷേ ഗിറ്റാറിൻ്റെ കേസിൽ ഇത് ഫ്രെഡ് ബോർഡാണ്. അതുപോലെ തന്നെ ഇത് ഗിറ്റാറിൻ്റെ ബ്രിഡ്ജ് വരുന്ന ചെറിയ ബ്രിഡ്ജാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രിങ്സ്, ഇതിൻ്റെ ബോഡി. ഇപ്പോൾ ഗിറ്റാറിൻ്റെ സൗണ്ട് ആക്ച്വലി ഇതിൻ്റെ സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ വുഡിൽ നിന്നാണ്. ഇതിൻ്റെ വുഡ് ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ സൗണ്ട്. സോ ഇതിനകത്ത് 6 സ്ട്രിങ്സാണ് ഉള്ളത്. അപ്പോൾ 6 സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് മോസ്റ്റ് സ്ട്രിങ് അത് ഇ ആണ്. പിന്നെ വരുന്ന എ, പിന്നെ ഇത് ഡി, ഇത് ജി, ഇത് ബി, പിന്നെ ഇ. ഈ ഇതാണ് എ, ഡി, ജി, ബി, ഇ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പം ഇത് ഇയും ഈ ഒരു നോട്ടാണ്. ഇത് സെയിം ഇത് തന്നെ പല ഒക്ടേവ്സിലുള്ള നോട്ടാണ്. ഇത് ഒരു ലോ പിച്ചാണ്, ഇത് ഹൈ പിച്ചായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഇത് എ ആണ്. അതായത് നമ്മളിപ്പം
ഫസ്റ്റ് സ്ട്രിങ് ഇതാണെങ്കിൽ ഇതാണല്ലോ സിക്സ്ത് സ്ട്രിങ്. ഇപ്പോൾ ഫസ്റ്റ് സ്ട്രിങ് ഇ, സെക്കൻഡ് സ്ട്രിങ് ബി, തേർഡ് സ്ട്രിങ് ജി, ഫോർത്ത് സ്ട്രിങ് ഡി, ഫിഫ്ത്ത് സ്ട്രിങ് എ, സിക്സ്ത് സ്ട്രിങ് ഇ. ഇതിനകത്ത് ഓപ്പൺ വായിക്കുന്നത് ഇതെല്ലാം ഞാൻ പറഞ്ഞതെല്ലാം ഓപ്പൺ നോട്ട്സ്. പിന്നെ നമ്മൾ ഫിംഗർ വെക്കുകയാണെങ്കിൽ ആ നോട്ട് മാറും. ഇപ്പം ഞാൻ ഫസ്റ്റ് പൊസിഷൻ, അതായത് ഇവിടെ ഞാൻ 1 ഫിംഗർ വെക്കുകയാണെങ്കിൽ അത് ഈ കഴിഞ്ഞിട്ട് അടുത്ത നോട്ടാവും എ, അതായത് സോറി എഫ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫിംഗർ വെക്കുമ്പം ജി. അത് ആക്ച്വലി നമ്മളിപ്പോൾ സെക്കൻഡ് ഫിംഗർ വെക്കുമ്പോൾ അതിൻ്റെ ഷാർപ്പും ഫ്ലാറ്റും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതിൻ്റെ ഷാർപ്പും ഫ്ലാറ്റും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ ഫ്രെറ്റിൽ വെക്കുന്നത് ഓരോ നോട്ട്സാണ്. അതുപോലെ ഇതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ട്രിങ്ങിലോട്ട് വായിക്കാം.